വാ, വന്ന് കയറ്. ഇതും പറഞ്ഞ് ഒന്നും മിണ്ടാതെ സിദ്ധു അവൻ്റെ ബുള്ളറ്റ് എടുത്തപ്പോൾ സാക്ഷി അവൻ്റെ പുറകിൽ കയറി അവനോട് ചേർന്നിരുന്നു. ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അവൻ്റെ കൈ വല്ലാതെ വിറയ്ക്കുന്നത് പോലെ തോന്നി സാക്ഷിക്ക്. ആ വിറയ്ക്കുന്ന കൈകളും AC-യുടെ തണുപ്പിലും വിറയ്ക്കുന്ന അവൻ്റെ മുഖവും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു വിച്ചു സിദ്ധുവിന് ആരാണ് എന്ന്. പേടിക്കേണ്ട കണ്ണേട്ടാ, അവൻ്റെ കൂടെ ടീച്ചേഴ്സില്ലേ, ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കാതെ. ഇന്നെൻ്റെ കുഞ്ഞ് എന്നോട് പറഞ്ഞതാ സച്ചു, അവന് സുഖമില്ല, അതുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ല എന്ന്. പക്ഷേ അവൻ എല്ലാ ദിവസവും എടുക്കുന്ന അടവായിട്ടാണ് ഞാനതിനെ കണ്ടത്. മോൻ്റെ കൂടെ ഞാൻ ഇരിക്കേണ്ടതായിരുന്നു അല്ലേ. ഒരേ സമയം അച്ഛൻ്റെ സ്നേഹവും ചേട്ടൻ്റെ കരുതലുമൊക്കെ അവനിൽ കണ്ടപ്പോൾ ഒരു നിമിഷം അവൾ ദീക്ഷിതിനെ ഓർത്തു. പണ്ട് ചേട്ടനും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കോഫി ഷോപ്പിൽ ആരുവുമായി ഇരിക്കുമ്പോൾ ദീക്ഷിത് ഇനി ഇവൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന ചിന്തയിലായിരുന്നു. ദച്ചുവേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടി? എന്ത് ധൈര്യത്തിലാണ് സാക്ഷി താമസിക്കുന്ന വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് ഞാൻ വരുന്നത്? കല്യാണം ഒരുപാട് താമസിപ്പിക്കേണ്ട എന്നല്ലേ വീട്ടുകാർ പറഞ്ഞത്? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഒരു വീട് വാങ്ങിയാലോ? അത് പറ്റില്ല എങ്കിൽ സാക്ഷിയെ കല്യാണം കഴിഞ്ഞ് ഏതെങ്കിലും ഹോസ്റ്റലാക്കാം. അവളുള്ള വീട്ടിൽ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും എന്താ ആരും നീ ഇങ്ങനെ പറയുന്നത്? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്കും നമ്മുടെ മക്കൾക്കും കിട്ടേണ്ട സ്നേഹം, സ്വത്ത് ഒന്നും അവൾക്ക് കിട്ടാൻ ഞാൻ അനുവദിക്കില്ല. എത്ര പറഞ്ഞാലും സ്വന്തം അനിയത്തിയൊന്നും അല്ലല്ലോ. ഒറ്റ വയറ്റിൽ ജനിച്ചില്ല എങ്കിലും അവളെ വളർത്തിയത് ഞാനാണ്. എൻ്റെ അനിയത്തിയാണ് അവൾ. ഇതെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരിക്കലും എൻ്റെ കുഞ്ഞിയെ നിൻ്റെ വാക്ക് കേട്ട് ഞാൻ ഒന്നും പറയാൻ പാടില്ലായിരുന്നു. അവളെൻ്റെ ചങ്ക് തന്നെയായിരുന്നു. പക്ഷേ കേട്ടിട്ടില്ലേ, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. എത്ര പറഞ്ഞാലും എനിക്കെൻ്റെ ഏട്ടനാണ് വലുത്. പിന്നെ എൻ്റെ ചേട്ടനെക്കുറിച്ച് അവൾ മോശമായി സംസാരിച്ചത്, അത് കേട്ടുകൊണ്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ അവൾ കോളേജിലിപ്പോൾ എങ്ങനെയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ പുന്നാര ചേട്ടന് മനസ്സിലായതല്ലേ. ഇനിയും തെളിവ് വേണമെന്നാണെങ്കിൽ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോ. അവളും അവളുടെ എല്ലാം തികഞ്ഞ കാമുകനും കൂടി അവിടേക്ക് പോയിട്ടുണ്ട്. ഗൈനക്കോളജിസ്റ്റിനെ കാണാനാണോ എന്ന് ആർക്കറിയാം. ഡി പുന്നാര മോളെ, നീ ഇതുവരെ കിടന്ന് പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു. നീ പറഞ്ഞ് എവിടേക്കാണ് കയറിപ്പോകുന്നത്? ഒരു ആണും പെണ്ണും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് മാത്രം ഒരുമിച്ച് പോകത്തുള്ളൂ. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേടി. പിന്നെ നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാറുണ്ടെങ്കിലും ഒരു കാര്യം നീ മനസ്സിലോർത്തോ, കുഞ്ഞി നിന്റെ വായിൽ നിന്നോ നിന്റെ വീട്ടുകാരിൽ നിന്നോ അവളെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മോളല്ല എന്നറിഞ്ഞാൽ പിന്നെ വർഷങ്ങളായി സ്നേഹിച്ചു എന്നതൊക്കെ ഞാനങ്ങ് മറക്കും. എങ്കിലും എത്ര പെട്ടെന്നാണ് നിനക്കവൾ ആരുമല്ലാതായത്? നിനക്ക് വേണ്ടി എന്നോട് ഏറ്റവും കൂടുതൽ വാദിച്ചത് അവളല്ലേ. എൻ്റെ കുഞ്ഞിയുടെ ജീവൻ അല്ലായിരുന്നോ നീ? പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. എങ്കിലും സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അവൾ കല്യാണം എന്തുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത് എന്ന്. എനിക്ക് ഇനി ചിന്തിക്കാനും അത് ആലോചിക്കാനും സമയം കളയാനൊന്നും നേരെയില്ല. ഞാൻ ഇറങ്ങുക. പെങ്ങൾ സ്നേഹം കൊണ്ട് ഇവിടെ ഇരുന്നു. ആരു പോയപ്പോൾ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലായി ദീക്ഷിത്. എങ്കിലും 18 വർഷം തന്നെ വളർത്തിയവർ അവരുടെ സ്വന്തം അച്ഛനും അമ്മയും അല്ല എന്നറിയുമ്പോഴുള്ള സാക്ഷിയുടെ മാനസികാവസ്ഥ അവന് ചിന്തിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിച്ചുവിനെ കണ്ടപ്പോൾ സാക്ഷിക്ക് എന്തോ അവനോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നി. ഏകദേശം ഒരേ പ്രായമായതുകൊണ്ടാകണം. ഇതാണോ കണ്ണാപ്പി എൻ്റെ ഏട്ടത്തി? പെട്ടെന്നുള്ള വിച്ചുവിൻ്റെ ചോദ്യത്തിൽ രണ്ടുപേരും ഒന്ന് പതറി. ഇതാ ഞാൻ പറഞ്ഞിട്ടുള്ള സാക്ഷി. കണ്ണുകൊണ്ടുള്ള സിദ്ധുവിൻ്റെ കഥകളി കണ്ട് അവിടെയുള്ളവർക്കെല്ലാം ചിരി വരുന്നുണ്ടായിരുന്നു. പക്ഷേ സച്ചി ആലോചിച്ചത് ഇവനെന്താ തന്നെ ഏട്ടത്തി എന്ന് പറഞ്ഞത് എന്നാണ്. പിന്നെ കൊച്ചിന് നല്ല ബുദ്ധിയുള്ളത് കൊണ്ട് ഒന്നും അബോട്ടായില്ല. സോറി ചേച്ചി പെണ്ണെ, എൻ്റെ ചേട്ടൻ്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടതിൻ്റെ ആക്രാന്തത്തിൽ പറഞ്ഞതാണ്. തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ. ഒരുപാട് സംസാരിക്കാതെ അവിടെ അടങ്ങിക്കിടക്കടാ. ഇന്ന് എന്തായാലും വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. നാളെ പോകാം. ഞാൻ പോയി നിനക്കുള്ള കഞ്ഞി വാങ്ങിയിട്ട് വരാട്ടോ. പിന്നെ അർജു വന്നാൽ അവനോട് പറഞ്ഞേക്ക് ഞാൻ ക്യാൻറ്റീനിൽ കാണുമെന്ന്. ഇതും പറഞ്ഞ് വിച്ചുവിൻ്റെ തലയിൽ ഒന്ന് തലോടി സാക്ഷിയോട് കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി അവൻ. പാവമായ എൻ്റെ ഏട്ടൻ എനിക്ക് വേണ്ടി കുറേ അനുഭവിച്ചു. ഇപ്പോഴും എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെടുന്നുണ്ട്.
നിന്നോട് അവന് നല്ല സ്നേഹാണല്ലേ? സിദ്ധു പോയ വഴി നോക്കി നിന്ന സാക്ഷി വിഷ്ണു പറഞ്ഞത് ഒന്നും കേട്ടില്ല. അവൻ്റെ ഉറക്കെയുള്ള വിളിയാണ് അവൾക്ക് ബോധം വന്നത്. എന്താ നീ പറഞ്ഞത്? ബെസ്റ്റ്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? ഇല്ല, സോറി. എൻ്റെ ചേട്ടനുമായി നീ നല്ല കമ്പനിയാണ് അല്ലേ എന്ന്. അതെ. പിന്നെ എന്താ നീ എന്നെ വിളിച്ചത്? നീയോ? കുറച്ചു മുൻപ് ചേച്ചിപ്പെണ്ണായിരുന്നല്ലോ. അതെ, നീയെന്ന്. നമ്മൾ തമ്മിൽ ഒരുപാട് പ്രായത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. കൂടിപ്പോയ 1 വയസ്സ്, അത്രയല്ലേ ഉള്ളൂ. ഇനി എന്താ, ഞാൻ അങ്ങനെ വിളിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നീ എന്നെ ചീത്ത ഒഴിച്ച് വേറെ എന്തും വിളിച്ചോ. ഓ, അങ്ങനെയാണോ? ബൈ ദ വേ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ വിഷ്ണു വിശ്വനാഥ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ജിമ്മൻ്റെ ഒരേ ഒരു പുന്നാരനിയൻ. 18 വയസ്സ്. ഇപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ സിംഗിൾ പ്രസംഗ. എനിക്ക് ട്രൂ ലവ് തോന്നിയാൽ ഞാൻ പോയി പ്രപ്പോസ് ചെയ്യും. അവൾമാർ എന്നെ പിടിച്ച് ആങ്ങളെയാക്കും. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സിസ്റ്റേഴ്സ് എനിക്കുണ്ട്. നീ എന്നോട് സ്വയം കോഴിയാണെന്ന് പറയാതെ സമ്മതിച്ചു അല്ലേ വൈച്ചു? വൈച്ചു അല്ല, വിച്ചു. അതൊന്നും പറ്റില്ല. എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. ഓ, ഐ സി. കുട്ടിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്താ? നിന്റെ ജിമ്മൻ നിന്നോട് എൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ? അവൻ നിന്റെ കാര്യം മാത്രമാണ് കുഞ്ഞെ ഇപ്പോൾ പറയുന്നത്, വിച്ചു മനസ്സിൽ പറഞ്ഞു. വൈച്ചു ഡാ. ആ, കണ്ണാപ്പി പറയുന്നത് വേറെ, അമ്മാളു പറയുന്നത് വേറെ. നീ തന്നെ പറ നിന്റെ കാര്യം, സമയം പോകണ്ട. എൻ്റെ പേര് സാക്ഷി. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ. ഇപ്പോൾ BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ. വീട്ടിൽ സാധാരണ എല്ലാവരും സച്ചി എന്ന് വിളിക്കും. നീ ഇപ്പോൾ എനിക്ക് പുതിയ പേരും ഇട്ടു. യാ, നീ എൻ്റെ അമ്മാളുവാ. പിന്നെ നമ്മൾ രണ്ടും 18. അപ്പോൾ ആരാ ഇതിൽ ചേച്ചി, ചേട്ടൻ? താടിക്ക് കയ്യും കൊടുത്ത് വിച്ചു കാര്യമായ ആലോചനയിൽ മുഴുകി. നീ ഇത്ര ആലോചിക്കാൻ എന്താ? എൻ്റെ ജന്മമാസം മാർച്ചാണ്. ഓ ഗാഡ്, കാൾമി ചേട്ടൻ അമ്മാളു. ഞാൻ നിന്നേക്കാൾ മൂത്തതാണല്ലോ. ഐ ആം ജാനുവരി ബോയ്. ചേട്ടനെന്ന് വിളിക്കാൻ പറ്റിയ സാധനം. ഒന്ന് പോണം ഹേ. നിന്റെ ചേട്ടൻ്റെ ടെൻഷന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ കുഞ്ഞുവാവയായിരിക്കുമെന്ന്. ഇതൊരു മുതുക്കൻ. ഇതിനു വേണ്ടിയാണോ ദൈവേ ആ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ചത്? അമ്മാളു, എന്നെ കൂടുതൽ കളിയാക്കണ്ട. ഞാൻ ഇന്നും എൻ്റെ ചേട്ടൻ്റെ വാവയാണ് കേട്ടോ. ഓ, ആയിക്കോട്ടെ തമ്പ്ര. ഇതും പറഞ്ഞ സാക്ഷി അവനെ നോക്കി ചിരിച്ചപ്പോൾ അവനും തിരിച്ചു കൊടുത്തു മനോഹരമായൊരു പുഞ്ചിരി. ഇതെല്ലാം കണ്ടാണ് സിദ്ധു അകത്തേക്ക് കയറി വന്നത്. കൂടെ തന്നെ മരുന്നും എല്ലാമായി അർജുവും ഉണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയുണ്ട് സച്ചു. ഇപ്പോഴേ നിനക്ക് പോണോ? വേണ്ട വേണ്ട. മഴയിൽ അമ്മാളു പോയാൽ അവൾക്ക് പനി വരും. മഴ മാറിയിട്ട് അമ്മാളുവിനെ കണ്ണാപ്പിക്കൊണ്ട് വിട്ടാൽ മതി. ഒന്ന് കണ്ടപ്പോഴേ നീ ഇവൾക്ക് പേര് ഇട്ടോ? വിച്ചുവിൻ്റെ അമ്മാളുവിളി കേട്ട് കുറച്ച് അത്ഭുതത്തോടെ സിദ്ധു ചോദിച്ചു. അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഡീല്. കണ്ണാപ്പി ഇതിൽ ഇടപെടണ്ട. പുച്ഛിച്ചുകൊണ്ട് വിച്ചു പറഞ്ഞതും അവിടെ കൂട്ടച്ചിരി മുഴങ്ങി. സിദ്ധു കൊണ്ടുവന്ന കഞ്ഞി വിച്ചുവിന് കൊടുത്തത് സാക്ഷി തന്നെയാണ്. മഴയൊന്നു മാറിയപ്പോൾ സിദ്ധു അവളോട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അതിന് സമ്മതമെന്ന രീതിയിൽ തലയാട്ടിയിട്ട് അവൾ നേരെ പോയത് വിച്ചുവിൻ്റെ അടുത്തേക്കാണ്. അടുത്ത ആഴ്ച കോളേജിൽ ആർട്സ് ഡേ ആണ്. കണ്ണേട്ടൻ്റെ കൂടെ നീയും വരണേ കോളേജിൽ. ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവർ തമ്മിലുണ്ടായിരുന്ന ദൂരം തിരിച്ച് സാക്ഷിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇല്ലായിരുന്നു. സിദ്ധുവിൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്നിരിക്കുന്നതിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി ഇപ്പോൾ അവളുടെ മനസ്സിൽ തനിക്കായി ഒരു സ്ഥാനമുണ്ട് എന്ന്. സമയമാകുമ്പോൾ പറയാമെന്ന രീതിയിൽ അവൻ അവളുടെ കയ്യിൽ തൻ്റെ കൈവിരലുകൾ ചേർത്തു. ചെറിയ ചാറ്റൽ മഴയിൽ തൻ്റെ പ്രാണനോടൊപ്പമുള്ള യാത്ര അവൻ ആവോളം ആസ്വദിച്ചു. ചെറിയൊരു തട്ടുകടയുടെ മുന്നിൽ വണ്ടി നിർത്തിയപ്പോഴാണ് അവൾ അവനിൽ നിന്നും അടർന്നു മാറിയത്. എന്താ കണ്ണേട്ടാ ഇവിടെ? ഉച്ചയ്ക്ക് ചോറ് തിന്നതല്ലേ, പിന്നെ നീയൊന്നും കഴിച്ചില്ലല്ലോ. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. നീ വീട്ടിൽ പറഞ്ഞോ വരാൻ താമസിക്കുമെന്ന്? അമ്മയെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ ഒരു മെസ്സേജ് അയച്ചു. സാക്ഷിയുടെ വീട്ടിൽ ബുള്ളറ്റ് കൊണ്ട് നിർത്തുമ്പോൾ സിദ്ധുവിന് ഭാവവ്യത്യാസം ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ സാക്ഷിയുടെ ഉള്ളിൽ എന്തോ പേടി വന്നു മൂടി. എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ വരണോ കൂടെ? വേണ്ട ഏട്ടാ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ആ. അതും പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് ആയുഷ് അകത്തു നിന്നും ഇറങ്ങി വരുന്നത് അവർ കണ്ടത്. സാക്ഷിയെയും സിദ്ധുവിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത്
തൻ്റെ സ്ഥായി ഭാവമായിരുന്നു. പഠിപ്പിക്കുന്ന സാറെന്ന നിലയിൽ സിദ്ധു ഒന്ന് അവനെ കണ്ട് ചിരിച്ചപ്പോൾ അവൻ അത് മൈൻഡ് ചെയ്യാതെ കാറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് പുറകിൽ വരുന്ന സാക്ഷിയുടെ അച്ഛനെയും അമ്മയെയും ചേട്ടനെയും അവൻ കണ്ടത്.